വെൽക്കം ബാക്ക് ടു മങ്കി മാർക്സ്. ചായക്ക് മാത്രമേ മധുരം കുടി, വേറെ ഒന്നും എനിക്ക് മധുരം ചായ മാത്രം നീ മധുരത്തിൽ കുടിച്ചാൽ മതി. കുറച്ച് കാര്യം കയറ്റി മധുരം. കാപ്പിപ്പൊടി നമ്മളെന്നും ചായയല്ലേ കുടിക്കുന്നത്. ഇപ്പം നമുക്കുള്ളത് ഏലപ്പാറയാണ്. ഏലപ്പാറയിൽ വന്നിട്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ വന്ന് നമ്മൾ ചെറിയ റൂമൊക്കെ എടുത്തായിരുന്നു. ആ റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് ഏലപ്പാറയൊക്കെ കണ്ട് ഇങ്ങനെ ഏലപ്പാറ ഒന്ന് താഴെ ഒന്ന് ചായ കുടിക്കുന്ന മുകളിലോട്ടൊക്കെ പോയി ഒരു ചെറിയ വ്യൂ പോയിട്ടുണ്ട്. ആ വ്യൂ പോയിന്റിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരത്തൊക്കെ പോയി അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാനും പാച്ചിയാണ് ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ പാച്ചിയും എൻ്റെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് ഇപ്പം പറഞ്ഞ ഏലപ്പാറ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഏലപ്പാറ പോകുന്നത്. കുറേ തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങുന്നത്. അവിടെയൊക്കെ ഫോട്ടോ അവിടെ താമസിക്കുന്നത്. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏലപ്പാറ വളരെ നല്ലൊരു റൂമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്നു. നല്ല രസമുള്ള സ്ഥലമാണ്. കുറേ ടീ പ്ലാന്റേഷൻസും അതും ഇതൊക്കെയുള്ള കുറച്ചൊരു ഗ്രാമീണമായ ഒരു സ്ഥലമാണ് ഏലപ്പാറ. അത്യാവശ്യം നല്ലൊരു ടൗൺ കൂടിയാണ് ഏലപ്പാറ. അപ്പം ഞാനും പാച്ചിയും കൂടെ കുറച്ച് രാവിലെ ഇറങ്ങി കുറേയൊക്കെ നടന്ന് ഭ്രാന്തായി റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. പോവാൻ വാ. ഷൺമുഖ റൂം തുറയട വേദവിഹരതര ദേവീസുര ശങ്കര ശങ്കര. 300 രൂപയുടെ റൂം. തുറയുടെ അങ്ങോട്ട് ലൈറ്റ് ഇറങ്ങി. 300 റൂം, പുളിസ്ഥലം. ബാത്റൂം, നാറ്റം, കിടക്കാൻ കട്ടിൽ, കണ്ണാടി, നോക്കുന്ന കണ്ണാടി, ഇരിക്കുന്ന കക്കൂസ്, കസേര, ബ്ലാങ്കറ്റ്, ചാർജിങ് പോയിന്റ്. ആരൊക്കെ വിളിച്ച എന്തു. ഇതാണ് റൂം. 300 രൂപ റൂമിനുള്ളത്. ശരി, അപ്പം ഇനി പുറത്ത് പോയിട്ട് കാണാം. പാല് എന്തിനാണ് ആ റൈസായി നിൽക്കൂടാ? ആട്ടോ ചോക്കാണ് വണ്ടി. ഓ വൈത്തൊരുവി ഒരുവി. വാഗമണ്ണല്ലേ ഇത്? എന്തിന് ഏലം എല്ലാവരും അറിയില്ലേ? ഏലപ്പാറ രാവിലെ കൊണ്ടുവന്ന് ആട വയ്ക്കുകയാണ്. ഇവിടെ ഇത് ഓട്ടോയാ? ഓ കട്ടപ്പന ബസ്. അണ്ണത്തെ എടുത്തോണ്ട് പോയി. എണ്ണ
ഞാൻ പഴയ കിടിലോണെന്ന് പറ. കമ്പിന്ന് പെട്രോൾ അടിക്കാൻ കേട്ടോ. ഓ പിറകിലിത്തിരി അടിച്ചാൽ മതി. പെട്രോൾ ഓ 50 അടി 50 രൂപ ഉണ്ടോ? നീ രാവിലെ അവരെ തെറ്റിക്കാതെ നിന്റെ ബുദ്ധി കൊള്ളാം. നിന്റെ ബുദ്ധി വിമാനം. വണ്ടി ഫുള്ള്, പെട്രോൾ ടാങ്ക് ഫുള്ള്. ഓ 5 ലിറ്റർ കഴിക്കുമ്പോൾ ഫുള്ളാവൂടെ ഈ വണ്ടി? എനിക്കറിഞ്ഞൂടെ, കുറച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഹങ്കാരത്തിൻ്റെ മേളമായിരിക്കും. ഓ അതിൽ ഞാൻ പറഞ്ഞ ഫുള്ളൊന്നും നിറഞ്ഞ്. എങ്കിൽ ബാക്കി കുപ്പിയിൽ വാങ്ങേണ്ടി വന്ന എല്ലാം എടുത്തല്ലോ നമ്മുടെ ചെക്ക്. ബസ് കയറ്റി വിടട്ടാ നിന്നെ. കോട്ടയം കൊട്ടാരക്കര ഇതുവഴി പോകണം കേട്ടോ. ഇതുവഴി അടിപൊളിയാണ്. നമുക്ക് ആദ്യം കല്യാണത്തണ്ട് പോയി ഇത് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഏലപ്പറന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇടയ്ക്ക് ചെത്തിരി ചായയൊക്കെ കുടിച്ച് പെട്രോളൊക്കെ അടിച്ച് ഇങ്ങനെ കല്യാണത്തണ്ടിൽ നീലക്കുറിഞ്ഞി കാണാൻ പോകാൻ വേണ്ടിയാണ് നമ്മുടെ യാത്രയിലേക്കാണ്. പക്ഷേ നീലക്കുറിഞ്ഞിക്ക് മുമ്പ് നമ്മൾ പോണ വഴിക്ക് അയ്യപ്പൻ കോവിലിൽ നിന്ന് സ്ഥലത്തൊരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലം കാണാൻ പ്ലാനും ചെയ്ത് എന്തൊക്കെയോ മലസ്ഥലത്ത് വലിയൊരു മലയാണല്ലേ. പോകുന്ന വഴി കുറച്ച് ഓഫ് റോഡൊക്കെ കിട്ടി. മഴയാണ്ടായിരിക്കും റോഡൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടും സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റോഡ് കുറച്ച് ഷോക്കാണ്, കുറച്ച് അധികം ഷോക്കാണ് പോകുന്ന വഴിക്ക്. ഏലപ്പാറയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് അയ്യപ്പൻ കോവിൽ ചായൻ ബ്രിഡ്ജ് ഉള്ളത്. അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. ഇത് തൂക്കുപാലം KSBയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. പോകാം. എന്നാൽ ഇതിന് എത്ര ചിലവെന്നാണ്? 2 കോടി ഉണ്ടോ? എവിടെയും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ ചപ്പാത്ത് പാലമുണ്ട്.
പുറത്ത് വളരെ നല്ലതാണ് ഗായ്സ്. രാമസുന്ദരമായ കരകരാള ഭൂമി, പറയാൻ വാക്കുകളില്ല. പൂത്ത് നിൽക്കുന്നത് നീലക്കുറിഞ്ഞല്ല, ശംഖുപുഷ്പൂവാണ്. നീലക്കുറിഞ്ഞി കാണിച്ചു തരാം. പൂത്തിരിക്കണ ഇത് മറ്റേ തൊട്ടാവാടി. ഇത് വിശപ്പച്ച. ഇത് ഞാൻ എൻ്റെ ആടിന് കൊടുത്ത് ആടുന്ന റെഡായി ഗായ്സ്. സത്യം ആട് തുള്ളി കഴിക്കൊണ്ട് ഞാൻ വേട്ടി കൊണ്ട് കൊടുത്തു. രാവിലെ ആടിക്കണം. ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആര് കൊടുത്തത്. നിങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. Turn right to stay on Matuketta Ayyappa Novel Road, then your destination will be on the right. ഓഫ് ചെയ്യാൻ മറന്നു. അടിപൊളി സ്ഥലമല്ലേ? നല്ല പട്ടി വെയില്, നല്ല ക്ലൈമറ്റ്. വീഡിയോയിൽ കേൾക്കാൻ പാടില്ല. അതാണ് കാഴ്ച. വെള്ളം ഇപ്പോഴത്തെ പിള്ളേർ കണ്ടു കാണില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട് പണ്ടേ. എന്നാ അവിടെ നിന്ന് ഫോണൊക്കെ ചെയ്യും. ഇല്ല സ്ഥലമല്ലേ? നമുക്ക് അവിടെ പോയി അവിടെ നിന്ന് പാലം കയറി പുറത്തിറങ്ങിട്ട് വരാം അല്ലേ? ഭൂകാലത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി വരുന്നേ. പാട്ട് കിട്ടും. നല്ല ഫ്രെയിം ആയിരിക്കും. ഇതിൽ വെള്ളം കയറും കേട്ടോ മഴയത്ത്. അതിന് പകരം ഇപ്പം അപ്പുറത്ത് വലിയ ബ്രിഡ്ജ് കിട്ടിയിരുന്നു. വണ്ടി പോകും. ചൂണ്ടാണെന്ന് ചൂണ്ടിടായിരുന്നില്ലേ? സത്യം. പെട്രോളിനെ മിസ് ചെയ്യുന്നു ഗായ്സ്. മിസ് ചെയ്യുന്നു ഗ്യാസ്. എവിടെ ഗായ്സ് ഹെഡ് ഐസ് കാണുമോ ഗായ്സ്? ഒരുപാട് ഹെഡ് ഐസ് ഉള്ള മീനുകളാണ്, അറിയാവോ? ഹെഡ് ഐസ് എവിടെ? Oh my god. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിന്റെ മണ്ടൽ കയറി പോവുകയാണ് ഗൈസ്. വണ്ടി നറോട്ടി കിടക്കുന്നു. ബാഗ് ഇരിക്കുന്നത്, ബാഗിൽ ഗോപ്രോ ഇതുവഴി വരരുത് ഗൈസ്, ഭയങ്കര ചെളി ഗൈസ്. നിൽക്കുന്നതൊന്നും ഒന്നല്ല ഗൈസ്.
ഒരുമിച്ച് തുടങ്ങി ഗൈസ്. കേബിളല്ലേ ഇത്, മറ്റേ കമ്പിയാണ് ഇട്ടിരിക്കുന്നത്, മോളിൽ റോക്ക് ഇട്ടിരിക്കുന്നത്. എത്ര നേരം ഇരുന്ന സ്ഥലമില്ലേ ഗൈസ്? ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയുമില്ല. ഗൈസ് ഇതിലെല്ലാം 1.5 ഇഞ്ച് പട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തറയില് മൊത്തം വെള്ളിയും പണിക്കാരാണോ? മുകളില് അലൂമിനിയം റോപ്പാണ് ഗൈസ്. ഇതിന്റെ റേറ്റിംഗ് വന്നിട്ട് 5 പകുതിയെ കൊടുക്കാൻ പറ്റൂ ഗൈസ്. ആകെ പണിയാണ്. വീരാതിവീരനെ. ഓ, അങ്ങനെ പാലത്തിന്റെ മണ്ടയിൽ നിൽക്കുകയാണ് ഗൈസ്. നല്ല കുലുക്കമുണ്ടല്ലേ ഇത്? നല്ല പഴക്കമുണ്ട് ഗൈസ്. കുലുക്കവും പഴക്കവും ഉണ്ട്. ക്യാബിന്റെ വണ്ണം നോക്കട്ടെ ഇട്ടിരിക്കുന്നത്. ഇത് അലുമിനിയം. അലുമിനിയം ആണോ അത്? നോക്കൂ ഗൈസ്, അവിടെ ഒരു ചങ്ങാടം കിടക്കുന്നു ഗൈസ്. നമ്മൾ അതിൽ കയറാൻ പോവുകയാണ് ഗൈസ്. വീടിന്റെ തടി കമ്മി അങ്ങോട്ട് ഇത് കയറണോ? കയറാം. അപ്പുറത്ത് പോയിട്ട് വലിച്ചപ്പുറത്തോ അതെ ഗൈസ്, വലിച്ചപ്പുറത്ത് പോവുക, വലിച്ചപ്പുറത്ത് വരിക. എക്സ്പീരിയൻസ് അല്ലേ? നല്ല നീ വലിച്ചപ്പുറത്ത് കിട്ടി അപ്പുറത്ത് വെട്ടി വലിച്ച് തിരിച്ചു തരുമോ? ഞാൻ ഇപ്പുറത്തേക്ക് ശ്രമിക്കല്ലേ? ശ്രമിക്കാം. നമ്മളിതുവരെ വന്നിട്ട് അതെ എന്തെങ്കിലും ചെയ്തിട്ട് പോകണം. അങ്ങനെ അയ്യപ്പല്ല കഴപ്പ് തേക്കാൻ പോണ ഗൈസ്. നമ്മൾ അവിടെ നിന്നാണ് വന്നല്ലേ? എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയാണ്. ഇവിടെ കൊള്ളാട ഇവിടെ ആ കമ്പിയുടെ സ്വയംഭു. ഇവിടെ എവിടെ ഒരു പലകം ഉണ്ട് കേട്ടോ. അതിന്റെ നല്ലവേ പലകം മനസ്സിലായി. എവിടെയാണെന്നാണ് എന്തിനായാലും ഏത് മന്ത്രിക്കായാലും എളുപ്പത്തിന് നീക്കാണെങ്കിൽ എളുപ്പത്തിനെ വെക്കൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് അപ്പുറ സൈഡാണ് പലകം. അല്ലെങ്കിൽ ആ പലകം ഒരിക്കലും ഇപ്പോൾ നശിച്ചിരിക്കുന്നേ. പലകം നശിക്കാൻ പാടില്ല. എന്തിൽ അഴിമതി ഉണ്ടെങ്കിലും പലകത്തിൽ അഴിമതി അവർ കാണിക്കാറില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും പേര് തുടങ്ങി. നിങ്ങൾ 200 മീറ്ററാ തൂക്കം? എത്ര തൂക്കം പൊട്ടിപ്പോയിക്കണല്ലേ? തൂക്കത്തിന്റെ ഇത് പൊട്ടിപ്പോയിക്കണല്ലേ? ഉണ്ടോ ഗൈസ്? ഇവിടെ എത്ര ചവറ് തരിട്ടിരിക്കുന്നു ഗൈസ്. ഇവന്മാർക്ക് കുപ്പി വേണോ തിരിച്ചു വയ്ക്കൂടില്ലേ? മുമ്പിൽ ബാസ്ക്കറ്റിലല്ലേ ഇട്ടു? ദൂരം വന്നിട്ട് രണ്ടോടെ ഒരുമിച്ച് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിലൊക്കെ വീണ ഐസ് അപ്പോഴാവും. പിന്നെയാണ് നീന്തണതിനെ കുറിച്ച് ആലോചിക്കുന്നത്. തുക്കുപാലം ഗൈസ്. ഇത് സീനൊന്നുമില്ല. ഇത് ചുമ്മാ പോകും. നമുക്ക് ഇരുന്ന് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ല ഭയങ്കര സേഫ്റ്റിയാണ്. നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞോന്നൊക്കെ ഉണ്ട്. പറഞ്ഞെങ്കിൽ വായില്ല. ഞാൻ ബാഗ് കൂടെ വെച്ചിട്ട് അല്ലെങ്കിൽ ബാഗ് കൂടെ വയ്ക്കാം.
അതും ഫോണും പറ്റും. അതാണ് ഗെയ്സ് തെക്കുപ്പല്ലം ഗെയ്സ്. അങ്ങനെ പാച്ചിയുടെ കഴപ്പ് മിക്കവർക്കും തീരും. ഇങ്ങനെ പാച്ചി അക്കരെ പോകാന്ന് പറഞ്ഞ് പോവുകയാണ്. ഞാൻ പറഞ്ഞോടേ നിലവിൽ വൈകാൻ വേണ്ട ഞാൻ പറഞ്ഞു. നില്ല 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 ഞാൻ അവനെ വന്ന് താറ്റും ആദ്യമായിട്ടാണ് ഒരു ചങ്ങാടത്തിൽ ഇങ്ങനെയുള്ള ചങ്ങാടത്തിൽ കയറുന്നത്. മുളയെ സാധാരണ വാഴത്തലയിലൊക്കെ ഇട്ട് കയറുന്നത് ഗൈസ്. ഓ ഗൈസ് ഭയങ്കര പാടാണല്ല. ഇതാ കാര്യം തന്നെ കയറൂ. അടിപൊളി ഗൈസ്. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ചെകുത്താരി നടക്കാണ് ഗൈസ്. ഇല്ല 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 അങ്ങനത്തെ ആഞ്ഞി വലി. എവിടെയാ ഇത് പോണത്? അങ്ങോട്ട് വലിച്ചടിപ്പിക്കുമല്ലേ വണ്ടി. പോണം എങ്ങോട്ടാണെങ്കിലും ഇടത്തോട്ടൊരു വളം ഇരി. അമ്പോ പാച്ചി ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട്. അവര് വലിക്കുമ്പോ അങ്ങോട്ട് അവർക്കറിയാം കാര്യങ്ങൾ. ഇവിടെ ഇറങ്ങണ തിരിച്ചു വന്നു. തിരിച്ചു പോവാം. നമ്മളെന്തെങ്കിലും ഇറങ്ങണം. ഞാൻ ഇത് കളിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്. കറക്റ്റ് കരയിൽ വലിച്ചിരുന്നേ. ആയതുകൊണ്ട് പാച്ചി തന്നെ വലിക്കും. അങ്ങനെ കിടന്ന് കൊറേ വലിച്ചു. കറക്റ്റ് നിന്ന് വലിക്കണം കേട്ടാ. ഇരുന്ന് വലിച്ചിട്ട് കാര്യമില്ല. നിന്ന് എന്നെ വലിച്ച് കടവിൽ പോയി അടുപ്പിക്കണം. ഇത് പുതിയ ചങ്ങാടമാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ പഴക്കമില്ല. അങ്ങനെ ചങ്ങാട യാത്ര കഴിഞ്ഞു ഗൈസ്. ഇത് നമ്മൾ കഴപ്പിന് വേണ്ടി ചെയ്തതാണ്. ഞാൻ കയറി കയറി കയറി. ഇനി ഒരുപാട് ഇവിടെ നിന്ന് ഇറങ്ങണ്ട. ആനയുമ്പോൾ എന്തെങ്കിലും ഗുണമായെന്ന് വീട്ടിൽ പോകണം ഗൈസ്. അങ്ങനെ അയ്യപ്പൻ കോവിലൂടെ ഇവിടെ പറയുകയാണ് ഗൈസ്. എന്താണ് അയ്യപ്പൻ കോവിൽ? തൂക്കുപാലം കോവിൽ അങ്ങ് പോകണം. ആ കാണുന്ന വഴി അങ്ങ് ഒരു ഗുദാമിൻ്റെ അത്ര ഞാൻ പോയിട്ടില്ല. പതിനെ പോയിട്ട് കോവില് കണ്ട് തിരിച്ചു. അവിടെ നിന്ന് വീണ്ടും നടക്കാണ്ട് കുറെ. നമുക്ക് ഇനി അടുത്ത് നീലക്കുണി കല്യാണക്കാണ്.